അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ കുറച്ച് പാലപ്പം ഉണ്ടാക്കാം. നല്ല തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള, അരിക്കൊക്കെ നല്ല മൊരിഞ്ഞ് നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊഞ്ചുള്ള പാലപ്പം. ബിസ്മില്ലാ. നമുക്ക് ആദ്യം പാലപ്പത്തിൻ്റെ അരി ഒന്ന് കുതിർത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് കൊണ്ടും ഇതുപോലെ തന്നെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് അരി കുതിർത്ത് വെക്കാനും അരച്ചെടുക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി കൊണ്ട്, അതായത് വറുക്കാത്ത പത്തിരിപ്പൊടി കൊണ്ട് ഇതുപോലെ തന്നെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ നമ്മളെ പച്ചരി ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനത് കഴുകി നല്ലോണം വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം പകുതി പച്ചരി ചേർത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ അരയാൻ ആവശ്യമായിട്ടുള്ള അത്ര മാത്രം വെള്ളം ചേർക്കുക. മാക്സിമം നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാവ് ചൂടാവാതെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മിക്സി അരയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ നമ്മളെ മാവ് അധികം ചൂടാവാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതാ ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ വെള്ളപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ മാവ് ഒന്ന് പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ സാധാരണ ഈസ്റ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. അതായത് ആദ്യം അതൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അതൊന്ന് പുളിച്ച് കിട്ടും. എന്നിട്ട് വേണം നമ്മളത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഈസ്റ്റിൻ്റെ ഈ സ്മെല്ലും ആ ഒരു ടേസ്റ്റും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ വൈകുന്നേരമാണ് മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. എനിക്കിനി രാവിലെ വെള്ളപ്പം ചുട്ടെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ട്. ഓവർനൈറ്റ് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാനുള്ള ഒരു സമയമുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ വെള്ളപ്പം ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ല വൃത്തിയുള്ള കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുത്തുകൊണ്ട് ഇത് സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ അത്ര ശരിയാവില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 12 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ, അതായത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ചേർത്തിട്ട് വെള്ളപ്പത്തിൻ്റെ മാവ് പുളിപ്പിച്ചെടുത്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് പിന്നെയും പൊളിച്ചിട്ട് ഈ ഈസ്റ്റിൻ്റെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. മാവ് പൊളിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം പുറത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മാവ് അത്യാവശ്യം നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ട ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ എയർ ബബിൾസ് ഒക്കെ കാണുന്നത്. ഇനി നമ്മളെ മാവിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളെ പാലപ്പത്തിൻ്റെ അരികൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലപ്പൊക്കെ ആകുമ്പോൾ കുറച്ചൊരു മധുരം ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ. ഞാനിപ്പോൾ അതാ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളപ്പം ചുട്ടെടുക്കാം. നമ്മളിതുപോലെ തേങ്ങാപ്പാൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടോടെ വെള്ളപ്പം ഉണ്ടാക്കി സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് നമ്മളെ വെള്ളപ്പൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ വെള്ളപ്പച്ചട്ടി ഇവിടെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മളെ ചട്ടി അത്യാവശ്യം ഒന്ന് ചൂടുണ്ടാവണം. പിന്നെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നാലും മാത്രമേ നമ്മളെ വെള്ളപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ വെള്ളപ്പത്തിൻ്റെ നടുഭാഗം എത്ര കട്ടിയുണ്ടോ അതിനനുസരിച്ചിട്ട് ഇത് കുക്കാവാനുള്ള സമയം എടുക്കും. പിന്നെ മൂടി വെച്ചിട്ട് വേണം കേട്ടോ വെള്ളപ്പം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 45 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ ആദ്യത്തെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇനി അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പാനിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം ഒന്ന് ചൂടായതിന് ശേഷം മാത്രം അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നാലും മാത്രമേ നമ്മളെ വെള്ളപ്പത്തിൻ്റെ അരികൊക്കെ നിറച്ചും ഹോൾസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മൂടി കൊടുക്കുക. ഇതാ നമ്മൾ അടുത്ത വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വെള്ളപ്പൊക്കെ ചുട്ടെടുക്കാം. ഈ ഒരു മെഷർമെൻറ്റിൽ ഏകദേശം 20-25 വെള്ളപ്പം ചുട്ടെടുക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് എണ്ണത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വെള്ളപ്പം ചുട്ടെടുക്കാം, കുട്ടികളെ ഫേവറേറ്റ് ആയിട്ടുള്ള വെള്ളപ്പം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചൂടായ പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതാ തണുപ്പില്ലാത്ത മുട്ട വേണം പൊട്ടിച്ചൊഴിക്കാൻ. തണുപ്പോടെ മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ അത് കുക്കാവാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മളെ നല്ല മുട്ട പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഹാഫ് കുക്ക് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ കുക്ക് ചെയ്തെടുക്കാം, പക്ഷേ ഹാഫ് കുക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. പിന്നെ ഈ രീതിയിൽ നിങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.